ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങ അച്ചാറാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: നാരങ്ങ, പഞ്ചസാര, ഉലുവ, വിനീഗർ, വേപ്പില, കായപ്പൊടി, കടുക്, വെളുത്തുള്ളി, പച്ചമുളക്, മുളക് പൊടി, ഓയിൽ. നമുക്ക് ആദ്യമായിട്ട് നാരങ്ങ ഒന്ന് അരിഞ്ഞെടുക്കാം. ഈ നാരങ്ങ എങ്ങനെ അരിയണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു നാരങ്ങയുടെ പകുതി 4 പീസാക്കിയിരിക്കുന്നു. അത് കാണാൻ നല്ല ഭംഗിക്ക് ഇതേപോലെ അരിഞ്ഞെടുക്കാം. നാരങ്ങ അച്ചാറിടാൻ എല്ലാവർക്കും അറിയാം. എങ്കിലും നാരങ്ങ അച്ചാർ എന്ന് പറയുമ്പോൾ കുറേ നാൾ ഇരിക്കേണ്ടതാണ്. അപ്പോൾ അത് ഇട്ട് കുറേ നാൾ ഇരിക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് ഇതിൽ സ്റ്റൗ കത്തിക്കാം. എണ്ണ വയ്ക്കാം. ഇത്തിരി എണ്ണ കൂടുതൽ വേണം. കാരണം അച്ചാറെന്ന് പറയുമ്പോൾ ഇത്തിരി എണ്ണ കൂടുതൽ വേണം. അച്ചാറിട്ട് നമ്മൾ കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ എണ്ണ കവർ ചെയ്ത് നിന്നാലുള്ളൂ അത് കേടാകാതെ ദീർഘകാലം നിൽക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി എണ്ണ കൂടുതൽ എപ്പോഴും നല്ലതാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള നാരങ്ങ കൂടി ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കാം. അപ്പോൾ നമ്മുടെ നാരങ്ങ കംപ്ലീറ്റും ഇപ്പോൾ ഇതേപോലെ തുണ്ടം തുണ്ടമായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മീൻ പൊടി എന്ന് പറയുന്നത് ഒരു ചെറിയ സ്പൂണ് കടുകും ഒരു ചെറിയ സ്പൂണ് കായപ്പൊടിയും 2 സ്പൂണ് 3 സ്പൂണ് വിനീഗർ ആയാലും കുഴപ്പമില്ല. അത് അതിനകത്ത് ഈ ഗ്രൈൻഡറിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സിയിൽ അങ്ങനെ അടിക്കണം. അടിച്ച് കഴിയുമ്പോൾ അതങ്ങോട്ട് പാല് പോലെ ആയി വരും. അപ്പോൾ നമ്മൾ ഈ അച്ചാറെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ആ സാധനം തീ ഓഫാക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുക. അതിലേക്ക് ഒഴിച്ച് ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതിലേക്ക് 2-3 സ്പൂൺ കടുകിടാം. 3 സ്പൂൺ എന്ന് പറയുമ്പോൾ ചെറിയ സ്പൂണാണ്, കാണാവുന്നതാണ്. 3 സ്പൂണ് കടുക്, കായം, വിനീഗർ അത് അരക്കണത് ഇതേപോലെ 3 സ്പൂണ് നമ്മൾ ഇട്ട് നന്നായിട്ട് അരച്ചിട്ട് വേണം ആ പേസ്റ്റ് ഉണ്ടാക്കാൻ. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഉലുവയിടാം. നാരങ്ങ അച്ചാർ എന്ന് പറയുമ്പോൾ എല്ലാവരും നാരങ്ങ വാട്ടി ഉപ്പിലിട്ടാണ് സാധാരണ അച്ചാറിടാറ്. ഇത് ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇതിനൊരു പ്രത്യേകത വേറെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കാം. ഒരു 2 സ്പൂണ് ഉലുവ. അപ്പോൾ 3 സ്പൂൺ കടുകും 2 സ്പൂൺ ഉലുവ ഞാൻ ഇട്ടിട്ടുണ്ട്. പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വേപ്പിലയുടെ ഇതാണ് എത്തുക. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. വേപ്പില ഊരി ഇതിലേക്കിടാം. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഈ എണ്ണയിലേക്ക് ഇടണം. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ അച്ചാറുണ്ടാക്കുന്ന രീതി നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിയാണല്ലോ, ഇതേപോലെ ഞങ്ങൾ അച്ചാറിട്ടിട്ടില്ലല്ലോ. ഇതേപോലെ അച്ചാറിടാം. ഒത്തിരി കാലം ഇരുന്നോളും. ഇനി നമുക്ക് പച്ചമുളക് അരിയാം. അത് എന്നിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ എണ്ണയിൽ മാത്രം ഇടാതിരുന്നത് ഈ പച്ചമുളക് നമുക്കിത് കിട്ടണം. ഇതേപോലെ തന്നെ നന്നായിട്ട് കിട്ടണം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. പച്ചമുളക് എണ്ണയിൽ വാടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒറിജിനൽ ടേസ്റ്റ് ചെയ്യുന്ന കിട്ടില്ല. അതേപോലെ തന്നെ വെളുത്തുള്ളി നമ്മളിതിലേക്ക് വെറുതെ ഇട്ടാൽ മതി. അപ്പോൾ ഈ നാരങ്ങ എണ്ണയിൽ ഇങ്ങനെ കിടന്ന് ആകുമ്പോൾ അതിൻ്റെ കൂടെ ശരിയായിക്കോളും. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ ഇതൊന്ന് വഴന്ന് കിട്ടാൻ ഒരല്പം സമയമുണ്ട്. അപ്പോൾ നമ്മുടെ നാരങ്ങ ഏതാണ്ട് എണ്ണയിൽ ശരിക്ക് വഴന്നിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. കാരണം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ശരിക്ക് വെള്ളം പുറത്തേക്ക് ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ഈ ടൈമിലേ ഉപ്പ് ചേർക്കാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കാൻ പോവുകയാണ്. ഉപ്പ് ഇത്തിരി കൂടുതൽ ചേർക്കണം. ഉപ്പ് കൂടുതൽ ചേർത്താലുള്ളൂ. കൂടുതലെന്ന് പറഞ്ഞാൽ നമ്മുടെ വായിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇപ്പോൾ ഇതിലൊരു 4 സ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കും. നന്നായി ഇളക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളി ആ വെളുത്തുള്ളി അതേ കളറിൽ തന്നെ ശരിക്ക് വെന്തറുണ്ട്. നന്നായി വെന്തറുണ്ട്. ഇപ്പോൾ നമ്മളിതെങ്ങനെ കുത്തി അറിയാൻ പറ്റും. കണ്ട ശരിക്ക് വെന്തറുണ്ട്. അതേപോലെ തന്നെ പച്ചമുളക് പച്ച തന്നെ ശരിയായിരിക്കുകയാണ്. അവയെല്ലാം ഒന്ന് വയന്ന് നല്ല പരുവായിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് മുളക് പൊടി ഇടാം. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ചിടാം. അതിൽ കുറച്ച് കുറഞ്ഞവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഒരു 5 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്.
എരിവ് നമ്മൾ പച്ചമുളക് ആവശ്യത്തിന് എരിവുണ്ട്, മുളക് പൊടിക്കാണെങ്കിലും നേരെ ഒരു എരിവ് ഉണ്ടാവും. ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കേണ്ടത് 1 സ്പൂൺ കായപ്പൊടി ചേർക്കും. 1 സ്പൂൺ കായപ്പൊടി എന്ന് പറയുമ്പോൾ ഈ ചെറിയ സ്പൂണാണ്, അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ മുളകിൻ്റെ മണം ഒന്ന് മാറി ആ കായപ്പൊടി ചേർന്ന് ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു 2 സ്പൂണ് കടുക്, ഒരു 3 സ്പൂണ് വിനീഗർ, 2 സ്പൂണ് കായപ്പൊടി. അപ്പോൾ ഇത് നമ്മൾ ഒരു മിക്സിയിൽ നന്നായിട്ട് അരച്ച് ഇത് പേസ്റ്റാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഈ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് തീ കത്തിക്കേണ്ട കാര്യമില്ല, ഇത് കൂടുതൽ ഈ ചൂടിൽ തന്നെ ഇത് ശരിയായാൽ മതി. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇത് ചേർന്നിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഏതാണ്ട് ഔഷധം തന്നെയാണെന്ന് പറയാം. നമ്മുടെ അച്ചാർ ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. 2 സ്പൂണ് വിനീഗർ നമുക്കിതിനകത്ത് ചേർക്കാം. ഇത് ചേർത്തില്ലെങ്കിൽ ഈ സാധനം പെട്ടെന്ന് കേടുവന്നു പോകും. ഒരു 3 സ്പൂണ് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഇനി ഒരല്പം ഒരു 2 ചെറിയ സ്പൂണ് പഞ്ചസാര ഇട്ട് ശരിയാക്കി എടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. അച്ചാറിന് ചെറിയൊരു കയ്പുണ്ടെങ്കിൽ അതിനൊരു ടേസ്റ്റ് വരികയും ചെയ്യും. അച്ചാർ റെഡിയായിരിക്കുകയാണ്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് അച്ചാറിൻ്റെ മുകളിൽ എണ്ണ എടുക്കണം. അപ്പോൾ ഇത് കറക്റ്റാണ്. ഈ എണ്ണ ഇതേപോലെ ഈ എണ്ണ നമ്മൾ കിടന്നാലുള്ളൂ ഇത് കവർ ചെയ്ത് നിൽക്കുള്ളൂ. ഈ കവർ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിന് കേട് വരാൻ സാധ്യതയില്ല. അപ്പോൾ എണ്ണയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മാറ്റാം.